അരുണിന്റെ കവിളിലൊക്കെ കറുത്ത പാടുണ്ടല്ലോ. ഇന്നാരെങ്കിലും വെച്ച് തല്ലുണ്ടാകും. റിലാക്സ് റിലാക്സ് റിലാക്സ്, എല്ലാം ശരിയാവും. അരുൺ എന്ത് പറ്റി? കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു. ആകപ്പാടെ ഒരു വിഷമം പോലെ. സാറ് വന്നു മോളുടെ വീട്ടിൽ സംസാരിക്കും. ഇപ്പൊ ആരെന്ന് നാവായിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളെ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഷോർട്ട് സിനിമ വെളിച്ചത്തിലേക്ക് പ്രദർശിപ്പിച്ചു. ആറ്റിങ്ങൽ ഡ്രീംസ് തിയേറ്ററിലാണ് സിനിമ പ്രദർശിപ്പിച്ചത്. ഞാൻ വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നാവായിക്കുളത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ ഉൾപ്പെടുത്തി കുട്ടികളുടെ കഥ പറയുന്ന ഒരു ഷോർട്ട് ഫിലിം വെളിച്ചത്തിലേക്ക് ടു ദ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഇന്നിവിടെ ഷോ ചെയ്യുകയാണ്. അതിൽ അഭിനയിച്ചിരിക്കുന്നവർ നമ്മുടെ സ്കൂളിലെ തന്നെ കുട്ടികളും അധ്യാപകരുമാണ്. ഞാൻ സംവിധാനം ചെയ്തിരിക്കുകയാണ്. ഇതൊരു തീർത്തും പ്രൊഫഷണൽ സിനിമയല്ല, പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു ഇന്നോവേഷൻ വർക്ക് എന്നുള്ള നിലയിൽ ഇത് എടുത്തതാണ്. അപ്പോൾ ഈ കുഞ്ഞു സിനിമയെ ഇതുവരെ എത്തിച്ചതിൻ്റെ പിന്നിൽ ഒത്തിരി പേര് ഇത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതൊരു ടീം വർക്കാണ്, കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ്. നമ്മുടെ സ്കൂൾ അധികാരികൾ, PTA പ്രസിഡന്റ്, PTA അംഗങ്ങൾ, നമ്മുടെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, അവരുടെ പേരൻസ് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ അഭ്യുദയകാംക്ഷികൾ, ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഞെക്കാട് സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടെ എല്ലാവരും കൂടി ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇതുവരെ ഇത് എത്തിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ചിരകാല അഭിലാഷമായ വെളിച്ചത്തിലേക്ക് എന്ന ഷോർട്ട് ഫിലിം ഇന്ന് തിയേറ്ററിൽ റിലീസാവുകയാണ്. അധ്യാപകരും കുട്ടികളും ചേർന്ന് സംവിധാനവും അവതരണമൊക്കെ നടത്തിക്കൊണ്ടുള്ള ഈ സിനിമ ഏറ്റവും നല്ല വിജയത്തിലേക്കാകുമെന്നുള്ള പ്രതീക്ഷയാണ്. ഈ സിനിമയ്ക്ക് എല്ലാ അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മുടെ ക്ലാസ് അധ്യാപകനായ സുൽജിത് സാർ നിർമ്മിച്ച വെളിച്ചത്തിലേക്ക് എന്ന ഷോർട്ട് ഫിലിമിൽ ഞങ്ങൾക്ക് അഭിനയിക്കാൻ അവസരം കിട്ടി. ഞങ്ങൾക്കത് വലിയൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ 5 പേരും അതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണിത്. അതിന് അവസരം ഒരുക്കി തന്ന സുൽജിത് സാറിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. ഇത് നമ്മൾ കുട്ടികൾ നേരിടുന്ന അനുഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു ഷോർട്ട് ഫിലിമാണ്. മലയാള അധ്യാപകനും സീക്വൻസ് ഫിലിം ക്ലബ് സെക്രട്ടറിയുമായ സുൽജിത് സാർ തിരക്കഥയും സംവിധാനവും സംഭാഷണവും ചെയ്യുന്ന കുട്ടികളുടെ കഥ പറയുന്ന ഷോർട്ട് ഫിലിമിൽ എനിക്കും ഒരു റോൾ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. ഈ സിനിമ കുട്ടികളുടെ ജീവിതത്തിലെ സമകാലിക സംഭവങ്ങളെ ആസ്പദമാക്കി എടുത്തിട്ടുള്ളൊരു സിനിമയാണ്. ഈ ഷോർട്ട് ഫിലിമോടെ എനിക്ക് ഒരുപാട് കൗതുകപരമായ ഓർമ്മകളും അനുഭവങ്ങളും സമ്മാനിച്ചു. വളരെ മനോഹരമായ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്നത്. വളരെ രസകരമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു. ഇതിൻ്റെ ഭാഗമായി മന്ത്രി ശിവൻകുട്ടിയെ കാണാൻ പോകാനുള്ള അവസരം കിട്ടി. വളരെയധികം സന്തോഷം. ഇന്ന് അതിൻ്റെ റിലീസിംഗ് ആണ്. ചില കുട്ടികൾ നേരിടുന്ന ദുഃഖപൂർണമായ ജീവിതമാണ് ഈ ഒരു രഹസ്യ ചിത്രത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. ഇത് ഇതിൻ്റെ റിലീസാണ്. എല്ലാവരും കാണണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം.
അപ്പൂപ്പ അപ്പൂപ്പ ഓ അപ്പൂപ്പ കഥവ് തുറക്ക അപ്പൂപ്പ. അപ്പൂപ്പ അപ്പൂപ്പ എന്റെ അടുത്ത് ഒരു തരം കളിക്കരുത്. എന്റെ സ്വഭാവം നിനക്കൊന്നും അറിഞ്ഞൂടാ. നീ അത് വിചാരിക്കും ഞാൻ വെറും ഡൂക്കളിയാണെന്ന്. നിന്റെ അടുത്ത് ഞാൻ രാവിലെ പൈസ ചോദിച്ചപ്പോ നീ എന്താടി പറഞ്ഞ? നിന്റെ പൈസ ഇല്ല. ഇതൊക്കെ ഉണ്ടാകാൻ നിന്റെ പൈസ ഉണ്ട്. പറയണേ, എവിടെ നിന്റെ പൈസ? പറയണേ. സ്കൂളിലെ അധ്യാപകനായ എസ് ജി സുൽജിത്ത് രചനയും സംവിധാനവും നിർവഹിച്ച ഹ്രസ്വചിത്രത്തിൽ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. വളരെ നല്ല കൊച്ചുകുട്ടികളുടെ ഒരു പരിപാടി കാണിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ കൊച്ചുമോനുമുണ്ട്. നന്നായിട്ടുണ്ട്. കുട്ടികളല്ലേ അവരെല്ലാം എല്ലാം നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് സാറിന് വളരെ സുജിത്ത് സാറിൻ്റെ ഞങ്ങൾ പ്രതീക്ഷിച്ചേക്കാളൊക്കെ വളരെ വളരെ നല്ല അഭിനയമായിരുന്നു. ടീച്ചേഴ്സും കുട്ടികളും എല്ലാം നല്ല അഭിനയമായിരുന്നു. ഇത്രയേ ഉള്ളായിരുന്നോ എന്നൊരിതായിപ്പോയി. ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. സാറിന് എല്ലാവിധ ആശംസകളും. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു കൂട്ടം അഭിനേതാക്കളെ കിട്ടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. എന്തായാലും കുട്ടികൾക്ക് അവസരങ്ങൾ തുറന്നു കൊടുത്തു. അധ്യാപകരും വളരെ നന്നായിട്ട് അതിൽ പ്രതികരിച്ചു. നല്ലൊരു ഫിലിമാണ്. താങ്ക് യു. നല്ലൊരു സിനിമ. പക്ഷേ ഒരു ടീച്ചർ ഒരു സാറ് ഒരു കൊച്ചിനെ ഒരു ആളൂടെ മനസ്സിലാക്കി കൊടുക്കുന്ന സിനിമ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ വളരെ നല്ലതായിരുന്നു. പ്രതീക്ഷിച്ചതിൽ നിന്നും വളരെ നന്നായിട്ട് എല്ലാ അധ്യാപകരും പങ്കെടുത്തു, അഭിനയിച്ചു. അതുപോലെ തന്നെ കുട്ടികളും വളരെ നന്നായിട്ട് അഭിനയിക്കുകയുണ്ടായി. കൊള്ളായിരുന്നു, നല്ലതായിരുന്നു, ഇഷ്ടമായി. നല്ല കഥ, നല്ല വീഡിയോ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. നന്നായിരുന്നു. മോളുടെ ക്ലാസ്സിലെ കുട്ടികളാണ് അഭിനയിച്ചത്. സാറും നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൊള്ളായിരുന്നു. മൊത്തത്തിൽ നല്ലതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരിലാണ് എല്ലാവരും അഭിനയിച്ചത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ഞാനൊരു അധ്യാപിക വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ എങ്ങനെ ഒരു ടീച്ചർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നല്ലൊരു മെസ്സേജാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ കൂടെ നമുക്ക് കിട്ടുന്നത്. വളരെ നല്ല അഭിപ്രായമാണ്. നല്ലൊരു ഷോർട്ട് ഫിലിമാണ്. ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ കുറച്ചുകൂടി എന്താ പറയുന്നത്, നേരത്തെ ഞങ്ങൾ പ്രതീക്ഷിച്ച അത്രയും ഒരു മെച്ചപ്പെട്ടൊരു പ്രകടനം എല്ലാവരും കാഴ്ചവെച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ചേച്ചിയും അതിൽ അഭിനയിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം സന്തോഷം. സ്ക്രീനിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നല്ലൊരു എന്താ ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. നമസ്കാരം. നമ്മളിപ്പം അഭിനയിച്ച ഷോർട്ട് ഫിലിം തിയേറ്ററിൽ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരെയും പ്രോത്സാഹനമൊക്കെ കിട്ടി. എല്ലാവർക്കും വളരെയധികം നന്ദി. വളരെ നല്ലതായിരുന്നു. തിയേറ്ററിൽ കണ്ടപ്പോൾ ചിരിയൊക്കെ വന്നെങ്കിലും നല്ല രസമായിരുന്നു. ബിഗ് സ്ക്രീനിലൊക്കെ കണ്ടപ്പോൾ നല്ലൊരു പ്രത്യേക ഫീൽ ഉണ്ടായിരുന്നു. എല്ലാവരും വന്ന് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞ് വളരെയധികം സന്തോഷം. ഭാരതഭൂഷൺ, ആറ്റിങ്ങൽ.